തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനിടെ കോൺഗ്രസിനെ വെട്ടിലാക്കി UDF കൺവീനർ അടൂർ പ്രകാശ്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ പിന്തുണച്ച അടൂർ പ്രകാശ് സർക്കാരിന് വേറെ പണിയില്ലാത്തതുകൊണ്ടാണ് അപ്പീലിന് പോകുന്നത് എന്ന് പരിഹസിച്ചു. കൺവീനറുടെ അതിരുവിട്ട പ്രതികരണത്തിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ അടൂർ പ്രകാശിനെ തള്ളി രംഗത്തെത്തി. അടൂരിൻ്റേത് UDFിന്റെ പ്രതികരണമാണെന്നും പൊതുവികാരത്തിനെതിരാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM വിമർശിച്ചു. പ്രസ്താവന വിവാദമായതോടെ നിലപാടിൽ മലക്കം മറിഞ്ഞ് അടൂർ പ്രകാശ് രണ്ടാമത് രംഗത്തെത്തി. നടിയെ ആക്രമിച്ച കേസിൽ രാഷ്ട്രീയ കേരളവും സർക്കാരും പൊതുസമൂഹവും നടിക്കൊപ്പം നിലപാടെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങവെയാണ് UDFിനെ രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കി UDF കൺവീനർ രംഗത്തെത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടൂരിലെ സർക്കാർ LP സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷമായിരുന്നു അടൂർ പ്രകാശിന്റെ ദിലീപ് അനുകൂല പ്രതികരണം. തികച്ചും സ്ത്രീ വിരുദ്ധമായ പ്രതികരണത്തിൽ തനിക്ക് ദിലീപുമായി അടുത്ത ബന്ധമെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി. ഒരു നീതി എല്ലാവർക്കും കിട്ടണം. ഇപ്പോൾ ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നീതി ലഭ്യമായി കോടതി, അത് ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് ആ നീതി. തെരഞ്ഞെടുപ്പ് ദിവസത്തെ മുതിർന്ന നേതാവിന്റെ പ്രതികരണം അപക്വമാണെന്ന് തിരിച്ചറിഞ്ഞ UDF നേതൃത്വം ഒന്നാകെ അടൂർ പ്രകാശിനെ തള്ളി രംഗത്തെത്തി. അടൂരിന്റേത് വ്യക്തിപരമായ അഭിപ്രായമെന്നും UDFിനും കോൺഗ്രസിനും ആ നിലപാടല്ലെന്നും നേതാക്കൾ നിലപാടെടുത്തു. കോൺഗ്രസ് വേട്ടക്കാർക്കൊപ്പമല്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കും. നമ്മൾ ആദ്യം മുതൽ സ്വീകരിച്ചത് അതിജീവിത നീതി കിട്ടണം എന്നുള്ളത് തന്നെയാണ്. അതിന് ഞങ്ങളിത് വേട്ടക്കാരൻ്റെ ഒപ്പം നിൽക്കേണ്ട കാര്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് നീതി കിട്ടുക, ഞങ്ങൾ എല്ലാ കാലത്തും സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സ്ത്രീകൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തന്നെ നേതൃത്വം കൊടുത്തിട്ടുള്ളൂ. നാളെ അങ്ങനെ ഉണ്ടാവുള്ളൂ. അതിജീവിതയ്ക്ക് സമ്പൂർണ്ണ നീതി ലഭിച്ചിട്ടില്ലെന്നും മഞ്ജു വാര്യർക്കെതിരായ ദിലീപിന്റെ പരാമർശം വളച്ചൊടിക്കില്ലെന്നും ഉമാ തോമസ് പറഞ്ഞു. ഞാൻ പൂർണ്ണമായിട്ട് തൃപ്തയല്ല. ഇതിന് പിന്നിൽ ഗൂഢാലോചനയില്ല, തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പ്രോസിക്യൂഷനിൽ വന്ന വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ലെന്ന തോന്നലുണ്ടെങ്കിൽ അപ്പീൽ പോകാമെന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. അല്ല, ഇത് രാഷ്ട്രീയമായിട്ട് ഇതിനെ കൂട്ടിക്കുഴക്കരുത്. ഇത് വ്യക്തിപരമായ ഓരോരുത്തർക്കും ചില ഇഷ്ടങ്ങളുണ്ടാകാം, ഇഷ്ടാനിഷ്ടങ്ങളുണ്ടാകാം. ഞാനിതിൽ കാണുന്നത് ഡയറക്റ്റായി തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അപ്പീൽ വരട്ടെ, അപ്പോൾ നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും പൂർണ്ണമായിട്ട് തൃപ്തിയുള്ള ഒരു വിധിയും സാധാരണ ഉണ്ടാവാറില്ല. എങ്കിലും കുറേയൊക്കെ കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടിയെന്നാണ് എൻ്റെ ഒരു റീഡിങ്. സർക്കാർ അപ്പീലിന് പോകുന്നത് ശരിയായ നിലപാടെന്ന ശശി തരൂർ. നമ്മൾ എല്ലാവർക്കും ഒരു നാണക്കേടാണ്. അതിന് എന്ത് പറ്റിയേ, എങ്ങനെയാണ് ഇത് പറ്റിയത്, ഇതിൻ്റെ പുറകെ വല്ലവരുണ്ടായിരുന്നു, ഈ ചോദ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലുള്ളപ്പോൾ സർക്കാർ അപ്പീൽ ചെയ്യണത് ശരി തന്നെയാണ്. അതിനെക്കാട്ട് കൂടുതൽ എനിക്ക് പറയാനുള്ള അവകാശമില്ല. തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ വിവാദത്തിൽ ഇടതുപക്ഷ നേതാക്കൾ ഉൾപ്പെടെ കോൺഗ്രസിനെതിരെ രംഗത്തെത്തിയതോടെ പ്രതിരോധത്തിലാണ് കോൺഗ്രസ്. അടൂരിന്റെ പ്രതികരണം പാർട്ടി നിലപാടെന്നും പൊതുസമൂഹത്തിന്റെ വികാരത്തിന് എതിരെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. ഇവിടെ അത് UDF കൺവീനറുടെ UDF രാഷ്ട്രീയം വെച്ചുള്ള നിലപാടാണത്. നമ്മുടെ പൊതുസമൂഹമൊന്നും അത്തരമൊരു പൊതുവിലയിരുത്തലാണ് എന്ന് തോന്നുന്നില്ല. പൊതുസമൂഹം ഈ കാര്യങ്ങളിൽ എല്ലാ ഘട്ടത്തിലും അതിജീവിതക്കൊപ്പം നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. വോട്ടിംഗ് ദിനത്തിലെ വെളിപാടിൽ വെട്ടിലായെന്ന് മനസ്സിലായതോടെ തിരുത്തി പറയാൻ നേതാക്കൾ സമ്മർദ്ദം ചെലുത്തി. KPCC അധ്യക്ഷൻ ഉൾപ്പെടെ വടിയെടുത്തതോടെ മണിക്കൂറുകൾക്കുള്ളിൽ നിലപാടിൽ മറുകണ്ഠം ചാടി അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കണ്ടു. വാക്കുകൾ വളച്ചൊടിച്ചെന്നും അതിജീവിതയ്ക്കൊപ്പമാണെന്നും UDF കൺവീനർ ആവർത്തിച്ച് പറഞ്ഞു. അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം രാവിലെ പറഞ്ഞ എൻ്റെ പ്രതികരണത്തിൽ ഞാനത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിജീവിതയോടൊപ്പം തന്നെയാണ് കോൺഗ്രസ് UDFും എന്ന് തന്നെ അത് വ്യക്തമാക്കി KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചോദിച്ച അവസരത്തിലും ഞാൻ ഇത് തന്നെ പറഞ്ഞു. പ്രതികരണം അതിരുവിട്ടെന്നും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്നുമാണ് KPCC വിലയിരുത്തൽ. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന വ്യക്തിപരമായ അഭിപ്രായം പറയുന്ന അടൂരിന്റെ നിലപാട് മുൻപും പാർട്ടിക്ക് തലവേദനയായിട്ടുണ്ട്. വിഷയത്തിൽ അടൂരിനെ തള്ളി പാർട്ടിയെ പ്രതിരോധിക്കാനാണ് KPCC നീക്കം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.